വെൽക്കം ടു സ്ട്രോംസ് റിപ്പയർ യൂട്യൂബ് ചാനൽ. ഇത് LG 21 ഇഞ്ച് ഫ്ലാറ്റിൻ്റെ TV ആണ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് പറയുമ്പോൾ വെർട്ടിക്കൽ സൈഡ് കംപ്ലൈൻ്റ് ആണ്. നടുക്കൂടെ ഒരൊറ്റ വര മാത്രമേ ഇതിനുള്ളൂ. അപ്പോൾ അതാണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ്. TV ഇപ്പം ഞാൻ ഓൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ TV ഓണായി വരും. ഇങ്ങനെ ഒരു വര മാത്രമേ ഉള്ളൂ സെൻട്രലിൽ. അപ്പോൾ ഇതാണ് കംപ്ലൈൻറ്റ്. വെർട്ടിക്കൽ സൈഡ് ആണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ്. ഓക്കെ, അപ്പോൾ വെർട്ടിക്കൽ സൈഡ് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വരുമ്പോഴാണ് ഇങ്ങനെ ഒരു ലൈന് അടിച്ച് നിൽക്കുന്നത്. വെർട്ടിക്കൽ ICക്കോ അല്ലെങ്കിൽ അവിടെ വരേണ്ട സപ്ലൈ ബ്രേക്ക് ആയാലോ, അതായത് വെർട്ടിക്കൽ ICയിലോട്ട് -14 +14 എന്ന് 2 വോൾട്ടേജ് ഉണ്ട്. അപ്പോൾ ഈ വോൾട്ടേജ് എന്തെങ്കിലും പ്രശ്നം പറ്റിയാലോ, അല്ലെങ്കിൽ വെർട്ടിക്കൽ ICക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലോ, അതിൻ്റെ അടുത്തുള്ള കപ്പാസിറ്ററിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലോ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരും. അപ്പോൾ അത് കറക്റ്റായിട്ട് അറിയണമെങ്കിൽ ഇവിടെ കുറച്ച് വോൾട്ടേജ് ഉണ്ട്. പിന്നെ LOTയിൽ നിന്ന് -14 +14 എന്നൊരു വോൾട്ടേജ് ഒരു റെസിസ്റ്റർ വഴി കയറി ഡയോഡ് വഴി കയറിയൊക്കെ വെർട്ടിക്കൽ ICയിലോട്ട് എത്തും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഈ -14 +14 ഈ LOTയിൽ നിന്ന് 2 വോൾട്ടേജ് ഉണ്ട്. അപ്പോൾ അത് ആ വോൾട്ടേജ് നേരെ ഒരു റെസിസ്റ്റർ വഴിയാണ് വെർട്ടിക്കൽ ICയിലോട്ടൊക്കെ എത്തുന്നത്, റെസിസ്റ്റർ വഴി ഡയോഡ് വഴി. അപ്പോൾ ഈ റെസിസ്റ്ററിനെ ഇപ്പോൾ ചെക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ -14ൻ്റെ റെസിസ്റ്ററാണ് ചെക്ക് ചെയ്യുന്നത്. അത് ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ ബസർ അടിക്കുന്നുണ്ട്. നല്ല റെസിസ്റ്ററാണ്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ -14 അത് ഓക്കെയാണ്. ഇനി അടുത്ത +14ൻ്റെ റെസിസ്റ്റർ ഇവിടെ ചെക്ക് ചെയ്യുക. ആ റെസിസ്റ്റർ ചെക്ക് ചെയ്യുമ്പോൾ ബസറൊന്നും അടിക്കുന്നില്ല. ഇതിവിടെ ചെക്ക് ചെയ്യുമ്പോൾ കംപ്ലൈൻ്റ് ആയിട്ടാണ് മീറ്റർ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ മീറ്റർ പറയുന്നത് അങ്ങ് വിശ്വസിക്കുകയാണ്, ഇതിവിടെ കംപ്ലൈൻ്റ് ആണ്. പിന്നെ ഇത് ചെക്ക് ചെയ്യാൻ എളുപ്പം ഒരു വഴിയുണ്ട്. വേറെ ഒന്നുമല്ല, ഈ റെസിസ്റ്റർ തമ്മിൽ ഒന്ന് ഷോർട്ട് ചെയ്തിട്ട് ഓൺ ചെയ്ത് നോക്കിയാൽ മനസ്സിലായില്ലേ. ഒരു വയർ എടുത്തിട്ട് അങ്ങ് ഷോർട്ട് ചെയ്താലും മതി, എന്നിട്ട് ഓൺ ചെയ്ത് നോക്കിയാൽ ഫുൾ സ്ക്രീൻ ആയിട്ടുണ്ടെങ്കിൽ ചിലവരങ്ങനെ തന്നെ വെച്ച് കൊടുക്കും, ചിലവരത് മാറ്റി കൊടുക്കും. അപ്പോൾ ഈ റെസിസ്റ്റർ ഇളക്കണം. പിന്നെ അതിൻ്റെ അടുത്തുള്ള ഡയോഡൊക്കെ ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡയോഡിന് വേറെ ഒരു ഇഷ്യൂസും ഇല്ല. ഇപ്പോൾ ആ റെസിസ്റ്റർ ഇളക്കുകയാണ്. ഓക്കെ, പിന്നെ ഈ റെസിസ്റ്ററിൻ്റെ വാല്യൂ എത്രയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഞാൻ ഇവിടെ പറയുന്നതിലെ പ്രവർത്തിക്കുന്ന പോലെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ദയവായിട്ട് ക്ഷമിക്കുക. ഓക്കെ, ഇവിടെ ആ റെസിസ്റ്റർ ഞാൻ അത് ഇളക്കുന്നുണ്ട്. ഒന്നുകൂടെ ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. +14ൻ്റെ റെസിസ്റ്ററാണത്. അതായത് +14 വോൾട്ടേജ് നേരെ ഒരു LOT വഴി ഈ ഒരു റെസിസ്റ്റർ വഴിയാണ് ഡയോഡിലേക്ക് വന്ന് പിന്നെ അത് വെർട്ടിക്കൽ ICയിലോട്ട് എത്തുന്നത്. അപ്പോൾ ഈ റെസിസ്റ്റർ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ഈ വോൾട്ടേജ് അങ്ങോട്ട് വിടില്ല. മനസ്സിലായില്ലേ? ഇതങ്ങ് ബ്ലോക്ക് ചെയ്തങ്ങ് വെച്ചിരിക്കും ഈ റെസിസ്റ്റർ. അപ്പോൾ ഇവിടെ ഇത് ചെക്ക് ചെയ്യുമ്പോൾ ചത്തിരിക്കുകയാണ്, റെസിസ്റ്റർ കംപ്ലൈൻ്റ് ആണ്. ഇവിടെ ഇപ്പോൾ അതേ സെയിം വാല്യൂ ഉള്ള വേറെ റെസിസ്റ്റർ എടുത്തിട്ടുണ്ട്, കണ്ടില്ല. ഇതിവിടെ ചെക്ക് ചെയ്യുമ്പോൾ ബസർ അടിക്കുന്നുണ്ട്, നല്ല റെസിസ്റ്ററാണ്. അപ്പോൾ ഇതിനങ്ങോട്ട് സോൾഡർ ചെയ്ത് വയ്ക്കുക. ചിലത് ഈ റെസിസ്റ്ററും പോവും, വെർട്ടിക്കൽ ICയും പോവും, വേറെ കുറച്ച് കമ്പോണൻസും പോവും ചില TVകളിൽ. ഇനി റെസിസ്റ്റർ ഇട്ടിട്ട് TV ഓൺ ചെയ്ത് നോക്കണം കറക്റ്റായിട്ട് ഫുൾ സ്ക്രീൻ ആവുന്നുണ്ടോ എന്ന്. അപ്പോൾ റെസിസ്റ്റർ ഇടുന്നുണ്ട്. വീഡിയോ കാണുന്നവർ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആവശ്യമുള്ളവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇവിടെ ആ റെസിസ്റ്റർ കറക്റ്റായിട്ട് ഞാൻ സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഭാഗം നല്ലോണം ക്ലീനും ചെയ്തിട്ടുണ്ട്. ഇനി കണക്ഷൻസൊക്കെ കറക്റ്റായിട്ട് കൊടുത്തിട്ട് TV ഓൺ ചെയ്ത് നോക്കാം. കറക്റ്റാக ഫുൾ സ്ക്രീൻ ആവുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ അതാ TV ഓൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ നേരത്തെ നിന്ന് ലൈന് മാറിയിട്ടുണ്ട്, ഫുൾ സ്ക്രീൻ ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കംപ്ലൈൻറ്റ് മാറി. ആ ഒരു +14ൻ്റെ റെസിസ്റ്റർ കംപ്ലൈൻ്റ് ആയതുകൊണ്ടാണ് നേരത്തെ ലൈൻ അടിച്ച് നിന്നത്. അപ്പോൾ ഇപ്പോൾ ആ കംപ്ലൈൻറ്റ്സൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി പറയാം, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് അടിക്കാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് വെക്കാനും മറക്കരുത്. ചാനൽ ഈ വീഡിയോസ് മാത്രമല്ല
വേറെ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്, നോർമൽ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഓക്കെ, സമയമുണ്ടെങ്കിൽ അതൊക്കെ ചെക്ക് ചെയ്യുക. സ്ട്രോംസ് റിപ്പയർ എന്ന എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.